എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ബിഗ് മോമിന്റെ ആൾക്കാർ അവരാണെങ്കിൽ നാമിയെയും ലൂഫിയെയും അവരെ രണ്ടുപേരെയും ഒരു ബുക്ക് സെല്ലിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് സ്നെയിലിലൂടെ ഇപ്പൊ ലൂഫിയോട് സംസാരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൂടി കൂടി വരും. അവൻ ബിഗ് മോമിനെ ഡയറക്റ്റ് ആയിട്ട് വെല്ലുവിളിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്, എന്റെ പവർ എന്താണെന്ന് നിനക്ക് ഞാൻ അപ്പ കാണിച്ചു തരാമെന്ന് പറയും. പൊട്ടിച്ചിരിച്ച് ലൂഫിയോട് പറയും, നീ ഇപ്പോൾ ഉള്ളത് തന്നെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, നിന്നെ കൊല്ലാൻ എന്റെ ആവശ്യമില്ല, എന്റെ അസിസ്റ്റൻസിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് വിരളിഞ്ഞൊടിച്ചാൽ മതി, നീ അവിടെ കിടന്ന് ചാവും. നിന്നെ കൊല്ലാൻ ഇപ്പൊ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വലിയൊരു ആഘോഷം അത് നടക്കാൻ പോവാണ്. അവസാനമായിട്ട് ഒരേ ഒരു ചാൻസ് നിനക്ക് ഞാൻ തരാം. സാഞ്ചിയുടെ കല്യാണം വരെ നീ അടങ്ങാതെ നീ നല്ല കുട്ടിയായിട്ട് അവിടെ അടങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഞാൻ ജീവനോടുകൂടെ ഇവിടുന്ന് പറഞ്ഞയക്കും. അതുവരെ യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവൻ ഫുൾ കലിപ്പില് അവന്റെ തല കൊണ്ടുവന്ന് ആ ഗ്രില്ലിൽ ഞെട്ടിപ്പിക്കുകയാണ്. അവന്റെ തല അത് ആ സെല്ലിലിടിച്ച് അങ്ങനെ വമ്പ ഫോഴ്സിൽ അവൻ തിരികെ പോയി അട്ടിച്ച് താഴെ വീഴും. ആക്ച്വലി ബിഗ് മോമിന് ലൂഫിയോട് ഒരുപാട് ദേഷ്യമാണ്. കാരണം അവൻ ബിഗ് മോമിന് കൊടുക്കേണ്ട ക്യാൻഡീസ് അതെല്ലാം തന്നെ കൊടുക്കാൻ മുടക്കും തയ്യാറായില്ല. അത് അവൻ തടഞ്ഞു. പക്ഷെ എന്താ, അതിന് പകരമായിട്ട് ആ ഐലാൻഡിലെ ട്രഷർ ആയിട്ടുള്ള ടമുക്കൈ ബോക്സ് അത് ബിഗ് മോമിന് കൊടുത്തയച്ചു. അതൊരു വലിയ ഗിഫ്റ്റാണ് അവളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനായിട്ട് അവൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് അതന്ന് ലൂഫിയിലൂടെ അവൾക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവൾ ലൂഫിയോട് ക്ഷമിച്ചത്. നാളത്തെ ആ ഒരു ടീ പാർട്ടിയിൽ അവിടെ വെച്ചാണ് ബിഗ് മോം ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ആ ഒരു ബോക്സിൽ വലിയൊരു ബോംബാണ്. അത് നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതറിയാത്ത ബിഗ് മോം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ച് ഒരുപാട് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കും. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ ബഹളം വെക്കുകയാണ്. അവൻ അത്യാവശ്യമായിട്ട് ബിഗ് മോമിനോട് സംസാരിക്കണം. ബിഗ് മോം ആണെങ്കിൽ വീണ്ടും ലൈനിൽ കണക്ട് ആയ ഉടൻ തന്നെ ലൂഫി അവളോട് ആവശ്യപ്പെടും, എനിക്ക് അത്യാവശ്യമായിട്ട് പുട്ടിങ്ങിനോട് ഒന്ന് സംസാരിക്കണം, ഞാനും അവളും നല്ല തിക് ഫ്രണ്ട്സ് ആണ്. അത് കേട്ട് നമ്മുടെ ബിഗ് മോമിന് ഭയങ്കര അത്ഭുതം. എൻ്റെ മകൾ പുട്ടിങ്ങും നീയും നല്ല ഫ്രണ്ട്സ് ആണെന്നോ? അവൾ ഇതുവരെ ഈ ഐലാൻഡ് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല, അവൾക്ക് നിന്നെ അറിയ പോലും ഇല്ല എന്ന് പറയും. അതിനുശേഷം അവൾ നാമിയോട് ചോദിക്കും, നീ എൻ്റെ മകൾ ലോലയെ കണ്ടിരുന്നു അല്ലേ? അവളെ നീ നിന്റെ കൈകൊണ്ട് കൊന്നുവല്ലേ? അതിന് നാമി പറയും. അതിൽ നാമിയാണെങ്കിൽ ഷോക്കായിട്ട്, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ ആ വിബ്രു കാർഡ് അതെനിക്ക് തന്നത് നിങ്ങളുടെ മകൾ തന്നെയാണ്. ആ വിബ്രു കാർഡുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സഹായിക്കും എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നടന്നതെല്ലാം തലകീഴായാണ്. മോമിനാണെങ്കിൽ അത് കേട്ട് കലിയിളകും. നിർത്തിടേ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ബിഗ് മോമിന്റെ അലർച്ച കേട്ട് അവളുടെ മക്കളും അവിടെ ഉണ്ടായിരുന്നവരും എല്ലാവരും പേടിച്ചു വിറയ്ക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് വീണ്ടും പറയും, ആ ലോല അവൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ? അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് പറയും. എനിക്ക് അവളെ എൻ്റെ ആൾക്കാരെ ഉപയോഗിച്ച് കൊന്നു തള്ളണം. പുട്ടിങ്ങിന് മുൻപ് ഞാൻ അവളുടെ മാരേജാണ് ഫിക്സ് ചെയ്തത്. നല്ലൊരു പ്ലാനോട് കൂടെയാണ് അവളുടെ കല്യാണം അത് നടത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം തകർത്ത് അവൾ രക്ഷപ്പെട്ടു പോയി. അവളെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് ബിഗ് മോം അട്ടിച്ചു പറയും. ഇതെല്ലാം കേട്ട ലൂഫി ആണെങ്കിൽ ഇപ്പോ ബിഗ് മോമിനെ തിരിച്ച് ചീത്ത വിളിക്കുകയാണ്. ഓ, നിന്റെ മനസ്സിൽ എപ്പോഴും നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ? മറ്റുള്ളവർക്കും ഒരു മനസ്സുണ്ട്, അവരുടെ ആഗ്രഹവും ഇഷ്ടങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ ഒരിക്കലും ഒരു നല്ല ആളല്ല. സോ നിന്നെ എൻ്റെ കൈകൊണ്ട് തല്ലിക്കൊന്നിട്ടാണെങ്കിലും എൻ്റെ സാഞ്ചിയെ അവനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. ഇത് നിന്റെ അവസാനത്തെ ചിരിയാണെന്ന് പറഞ്ഞ് ലൂഫി അലറും. അത് കേട്ട് ബിഗ് മോം അവൾ ഒരു സെക്കൻഡ് ഷോക്കാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ലൂഫിയും ടീമും അവർ സേഫ് ആയിട്ട് ഇവിടുന്ന് തിരികെ പോകണം എന്നത് മാത്രമാണ് അവന്റെ മനസ്സിൽ ഇപ്പൊ ആകെയുള്ളത്. ബിഗ് മോമിനോട് ഓൾറെഡി അവനൊരു ഡീല് വെച്ചതുകൊണ്ട് തന്നെ അവൾ തീർച്ചയായിട്ടും ലൂഫിയെ കൊല്ലില്ല എന്നൊരു വിശ്വാസം സാഞ്ചിക്കുണ്ട്. പക്ഷേ സാഞ്ചി എത്രയൊക്കെ അവനെ തല്ലി ഓടിക്കാൻ ശ്രമിച്ചിട്ടും ലൂഫി ആണെങ്കിൽ അവിടുന്ന് പോവാൻ തയ്യാറായിരുന്നില്ല. സാഞ്ചി വരാതെ അവൻ അവിടുന്ന് പോവില്ല എന്ന് സാഞ്ചിയുടെ മുഖത്ത് നോക്കി ലൂഫി അടിച്ചു പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ കൂടുതൽ ടെൻഷനാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ പോണോഗ്ലിഫുള്ള റൂം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസ് നിരന്ന് നിൽക്കുകയാണ്. ആരെങ്കിലും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തല്ലിക്കൊല്ലാൻ. ആ റൂമിന്റെ അകത്ത് മാത്രമല്ല പുറത്തും ഒരു പറ്റം സോൾജിയേഴ്സ്
എന്തിനും തയ്യാറായിട്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ പെട്രോ അവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗേറ്റിന് മുൻപിലേക്ക് വരിക. മുൻപിലുള്ള കുറെ സോൾജിയേഴ്സിനെ അവൻ വെട്ടി വെട്ടി താഴെയിടും. ഇനി അവന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ ഡോർ തുറന്ന് അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സോൾജിയേഴ്സിനെ എല്ലാം തന്നെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ആ ഗ്യാപ്പില് ബ്രൂക്ക് അകത്ത് കയറി പോണോക്ലിഫിന്റെ ഫോട്ടോ അത് കൃത്യമായിട്ട് എടുക്കുകയും ചിന്തിച്ച് അവനാണെങ്കിൽ ആ ഡോറിന് നേർക്ക് ഓടുകയാണ്. പെട്രോ ആണെങ്കിൽ വലിയൊരു ബോംബ് എടുത്ത് ആ ഡോറിലേക്ക് എറിയാണ്. ബോംബ് പൊട്ടിത്തെറിക്കും, പക്ഷെ ഡോറിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. അവൻ വീണ്ടും വീണ്ടും ബോംബുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം പുറത്തു നിന്ന് ടമബക്കോയ്ക്ക് ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അവനത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും അവിടേക്ക് വന്നിട്ടുണ്ടാവുക അത് പെട്രോ തന്നെ ആയിരിക്കുമെന്ന്. അവൻ അവിടെയുള്ള സോൾജിയേഴ്സിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും പറയും. ആ സ്മൂത്തി ലേഡി ആണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പറയും. അവൾക്ക് പുറത്തു പോയിട്ട് പെട്രോയുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അതിന് ടമഗോ അവൻ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ആ പെട്രോയുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. അതിന് മുൻപിൽ അത്ര വേഗം ആർക്കും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അവളാണെങ്കിൽ അവൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരും. അവൾ ചുറ്റും നോക്കും. ഒരുപാട് സോൾജിയേഴ്സ് അവിടെ പരിക്ക് പറ്റിയും ജീവൻ നഷ്ടപ്പെട്ടും വീട് കിടക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാഞ്ചിയെ കാണിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഓരോ നിമിഷം കഴിയുന്തോറും അവന്റെ പേടിയും ടെൻഷനും അതങ്ങനെ പതിന്മടങ്ങാവുകയാണ്. ലൂഫിയും ടീമും അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവോ, ബരട്ടി കപ്പലിനെ എന്റെ ഫാമിലിയിലുള്ളവര് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവോ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങും. അപ്പോഴായിരിക്കും പുട്ടിങ്ങിനെ കുറിച്ച് സാഞ്ചിക്ക് ഓർമ്മ വരിക. അവൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ടെൻഷൻ അടിച്ചു നിന്ന പുട്ടിങ് അവളെ കൊണ്ട് ഇതൊന്നും താങ്ങാനായിട്ട് കഴിയില്ല. സോ ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ ഹാപ്പി ആവും. മറ്റൊരു ഭാഗത്ത് പുട്ടിങ്ങിനോട് അവളുടെ അസിസ്റ്റന്റ് ലേഡി പറയും, ലോലയുടെ വിബ്രൂ കാർഡ് അതുമായിട്ടാണ് ലൂഫിയാൻ ടീം ഇവിടേക്ക് വന്നത്. മാത്രമല്ല നീ സെലക്ട് ചെയ്ത ആ ഡ്രസ്സ് അത് ബിഗ് മോമിന് ഒട്ടും ഇഷ്ടമായില്ല. അവർ തന്നെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അത് വേണം നീ നാളെ ഇടാൻ. പുട്ടിങ് ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കേട്ട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഡോർ തുറന്ന് പുറത്തേക്ക് പോവാണ്. അസിസ്റ്റന്റ് ചേച്ചി അവളാണെങ്കിൽ പുട്ടിങ്ങിനെ തടയാനായിട്ട് ശ്രമിക്കും. പുട്ടിങ് ദയവ് ചെയ്ത് നീ പുറത്തേക്ക് പോകരുത്, പുറത്ത് ഇപ്പൊ ഭയങ്കര മഴയാണ്. ആണെങ്കിൽ ആ മഴയത്തൂടെ മുൻപോട്ടേക്ക് നടക്കും. അപ്പോ ബിഗ് മോം അവൾക്ക് കൊടുത്ത വാണിംഗ് ഒക്കെ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. അതിനുശേഷം അവസാനമായിട്ട് ലോല സിസ്റ്റർ അവൾ പോകുന്നതിന് മുൻപ് പുട്ടിങ്ങിനോട് പറഞ്ഞ കാര്യവും അതും അവൾ ഓർത്തെടുക്കും. പുട്ടിങ് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഞാൻ കണ്ടെത്തും. ആളെ വിവാഹം കഴിച്ച് ഞാൻ ഇവിടേക്ക് തന്നെ തിരികെ വരും. അമ്മ എന്നെ മനസ്സിലാക്കി ഞങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കും. പുട്ടിങ് ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ബിഗ് മോം അവളാണെങ്കിൽ ലൂഫിയെ കളിയാക്കി കോള് കട്ട് ചെയ്യും. നാമിക്കാണെങ്കിൽ ലോലയെ കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷൻ. അപ്പോഴായിരിക്കും വേറൊരുത്തിന് അവിടേക്ക് വന്ന് പ്രഷർ റൂമിലേക്ക് ഇൻക്ലൂഡർ വന്നു എന്നുള്ള കാര്യം അത് അവിടെയുള്ളവരോട് പറയുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലിരിക്കുകയാണ്. ആ ലൂഫിയെ പോലെ ഒരു പൊടിപ്പയ്യൻ അവനാണ് ഇന്നെന്നെ വെല്ലുവിളിച്ചത്. സത്യത്തില് എനിക്കവനെ ഇഞ്ചിഞ്ചായിട്ട് തല്ലിച്ചതച്ച് കൊല്ലാനുള്ള കലിയുണ്ട്. പക്ഷേ ഈ മാരേജ് കഴിയും വരെ എനിക്ക് സംയമനം പാലിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഇരിക്കും. ഞൊടിയിടയിൽ അവളിപ്പോൾ ഹാപ്പി ആയിട്ട് മാറി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവളുടെ ക്യാപ്പിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരിക. അവളുടെ ക്യാപ്പിലൂടെ അവൾക്കൊരു ഇൻഫർമേഷൻ വരിക, ട്രഷർ റൂമിൽ ആരോ കയറി പറ്റിയിട്ടുണ്ടെന്ന്. അവൾ ആ ന്യൂസ് കേട്ട് അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. അതേസമയം ഇവിടെ പെട്രോ ആണെങ്കിൽ എല്ലാവരെയും ഡൈവേർട്ട് ചെയ്ത് ഒരു ഭാഗത്തേക്ക് പോവും. ബ്രൂക്ക് അവൻ ആ ഗ്യാപ്പിൽ ഡോറ് തുറന്ന് അകത്തേക്ക് പോകും. ആ ഒരു ട്രഷർ റൂമിന്റെ അകത്തേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.